ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു സാധനം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡില്ലേ, അതുണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മളത് ഉണ്ടാക്കുന്നത് കാണാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ പുറത്തു നിന്നൊക്കെ ലിക്വിഡ് മേടിക്കുമ്പോൾ നല്ല കാശല്ലേ. അതിനെക്കാട്ടും നല്ലതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്. വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഒത്തിരി നാൾ നമുക്ക് നിൽക്കും. എനിക്കിപ്പോഴും അമ്മ എനിക്കത് ഫെബ്രുവരി സമയത്താണെന്ന് തോന്നുന്നു അമ്മ എനിക്ക് വാങ്ങി തന്നത്. ഇതുവരെ അത് തീർന്നിട്ടില്ല ആക്ച്വലി എൻ്റെ കയ്യിരിക്കുന്നത്. അമ്മ അപ്പോൾ അത് പുതിയതായിട്ട് ഉണ്ടാക്കുക കേട്ടോ. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് അവർക്ക് ആവശ്യത്തിന് അമ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അതിനകത്തൊരു ഇതിന് കൂട്ടെല്ലാം കൂടെ ചേർന്ന് അവർ ചെന്ന് പറഞ്ഞ് നമ്മൾ കടയിൽ വാങ്ങാൻ കിട്ടും. അതായത് ഇതിൻ്റെ ഷോപ്പ് ഉണ്ടാവും. നമ്മളിവിടുന്ന് റാന്നി നാട്ടോ മേടിച്ചത്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ പോയി മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അതിനകത്ത് തന്നെ എൻ്റെ എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. അതിൻ്റെ ചേർക്കേണ്ടതും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ചെറിയൊരു പേപ്പറും ഉണ്ടാവും. അതിനോടുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ കേട്ടോ. അതിൽ ചേർക്കേണ്ട കാര്യങ്ങളും അതും ഇതൊക്കെ ഉള്ള ഒരു പേപ്പറുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മളെല്ലാം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അമ്മ അത് നല്ലപോലെ ആദ്യം വെള്ളം എടുത്തു കഴിഞ്ഞ് അതിനകത്തോട്ട് ആദ്യത്തെ ഒരു പൊടിയുണ്ട്. ആ പൊടി ഇങ്ങനെ ഇട്ട്, അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ആ പൊടി ഇങ്ങനെ ഇട്ട് ആദ്യം നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കാരണം അത് കട്ട പിടിക്കാനോ ഒന്നും പാടില്ല. അതിൻ്റെ ചെറിയൊരു തെറ്റിയാൽ തന്നെ ആ ലോഷൻ പോട്ടെ, അത് ലിക്വിഡേ നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് അമ്മ നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. ഇത് നമുക്ക് സോപ്പ് പൊടി ഉണ്ടാക്കാനുള്ള ഇതാണ് കേട്ടോ. സോപ്പ് പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതിൻ്റെ പൊടികളാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി അമ്മ കുറച്ച് പൊടി മിക്സാക്കി ഞങ്ങൾക്ക് മാറ്റി വെച്ചു. അടുത്തത് ഉണ്ടാക്കാനുള്ളതാട്ടോ അത്. പിന്നെ ഇത് നമ്മൾ അടുത്ത പൊടി ഇടാൻ പോവാ. അടുത്ത പൊടി ഇട്ട് കഴിയുമ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇച്ചിരി കുറച്ച് കട്ടിയാവാൻ വേണ്ടിയുള്ള ഒരു പൊടിയാട്ടോ ഇത്. അപ്പോൾ അതനുസരിച്ച് അമ്മ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനതിലിട്ട് കൊടുക്കും. അപ്പോൾ അമ്മ അത് കട്ട പിടിക്കാതെ ആ ഒരു രീതിയിൽ അമ്മ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നല്ലതായിട്ട് നോക്കണം. കാരണം ഒന്നാമത്തെ കാര്യം ഇത് എല്ലാം ഗ്ലൗസ് ഇട്ടിട്ട് വേണം ചെയ്യാൻ. കാരണം ഇത് ഫുള്ള് കെമിക്കലൊക്കെയാണ്. ചിലർക്ക് അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളത് കയ്യിലൊന്നും പെടാൻ പാടില്ല. അതുപോലെ തന്നെ മണത്ത് നോക്കാനോ ഒന്നും പാടില്ല. ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും അവരെയൊക്കെ മാറ്റി നമ്മൾ തന്നെ അവരെ ഒന്നും അടുപ്പിക്കരുത്. കാരണം ഈ പൊടികളൊക്കെ അറിയത്തില്ല എങ്ങനെയൊക്കെയാണ് അതിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. നല്ലതല്ല. അപ്പോൾ ഞാൻ ഈ ഒരു പേപ്പറിനകത്ത് നോക്കിയാട്ടോ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അമ്മയ്ക്ക് അറിയാം, എങ്കിലും ഞാനത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കും അവിടെ. അതനുസരിച്ചാട്ടോ ഞാനത് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അമ്മയ്ക്ക് ഓൾറെഡി അമ്മ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് അറിയാം. പിന്നെ നമ്മുടെ വീട്ടിലെ ലിക്വിഡൊക്കെ അമ്മയാണ് ഉണ്ടാക്കി ഇതൊക്കെ തരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ വായിച്ച് കൊടുക്കാമെന്ന്. എന്നിട്ട് ഇടയ്ക്ക് ഞാൻ അതിൻ്റെ ഓരോന്നൊക്കെ എടുത്ത് കൊടുക്കുമ്പം ഇത് ഓരോ കവറുണ്ട്. ഓരോ കവറിനകത്തിലെ സംഭവം പൊട്ടിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാനക്കുന്നത്. എനിക്ക് വലിയൊരു സ്റ്റാൻഡില്ല. അതുകൊണ്ട് ചെറിയ സ്റ്റാൻഡാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് പറ്റത്തില്ല. കാരണം അത് വെയിറ്റ് താങ്ങുന്നില്ല. അപ്പോൾ ഇനിയും പതുക്കെയൊക്കെ വാങ്ങാം. ഇപ്പോഴല്ല, പതുക്കെ വാങ്ങിക്കാം. അപ്പം അടുത്ത് FP എന്ന് പറഞ്ഞൊരു ഒരു പൗഡറാട്ടോ ഇട്ടത്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊന്നും എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയാണെന്ന്. അത് കഴിഞ്ഞ് നമ്മൾ നല്ലപോലെ പൊടിയൊക്കെ നല്ലപോലെ അത് കട്ട പിടിക്കാതിരിക്കുക. നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ആദ്യമൊന്നും മണമില്ല. പിന്നെ നമ്മൾ ആ കളറും മണമൊക്കെ അതിൻ്റെയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ കേട്ടോ നല്ല മണം വരുന്നത്. അതുപോലെ തന്നെ പതച്ച് പോകാതിരിക്കുക. ഇതൊരു സ്ലറിയാണ് കേട്ടോ. ഈ ഒരു സംഭവം ഭയങ്കര കെമിക്കലാണെന്നാണ് പറഞ്ഞത്. ഭയങ്കര കെമിക്കലാണ്. നമ്മുടെ കയ്യിലൊന്നും വീഴാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മ അതിനകത്ത് ഇച്ചിരിയും വന്ന ബാക്കി. അപ്പോൾ അതിനകത്ത് വെള്ളം ഒഴിച്ച് കഴുകി തരാൻ പറഞ്ഞു. അപ്പോൾ അത് കഴുകി അതിനകത്തൊഴിച്ചു. പിന്നെ ഇത് മണത്തിനുള്ള പെർഫ്യൂമ്. പിന്നെ ഇത് കളറ്. പിന്നെ ഇത് നമ്മുടെ ആ ഒരു വഴുവഴുപ്പ് പോലത്തെ ഇല്ലേ ഈ ലിക്വിഡിൻ്റെ, അതിന് വേണ്ടിയാന്ന് തോന്നുന്നു. ആ ഒരു നല്ല രസമുണ്ട്. അതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന രസമാണ്. ഇങ്ങനെ വിളവിളാന്നിരിക്കുന്നൊരു സംഭവം കേട്ടോ അത്. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അവിടെ.
ഇതിൻ്റെ ഒരു സ്മെല്ലും ആ ഒരു കളറൊക്കെ കാണുമ്പോൾ സ്മെല്ല് എനിക്ക് കറക്റ്റ് നാരങ്ങ ലെമണിൻ്റെ ആ ഒരു മണമോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറില്ലേ, ആ ഒരു കളറും ഒക്കെ കാണുമ്പോൾ എനിക്ക് കറക്റ്റ് നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ഇല്ലേ അതുപോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം അതിൽ കുടിക്കാൻ തോന്നി. അപ്പം അമ്മ ഇവിടെ നിന്ന് പറയുന്നുണ്ട്, എന്നോട് എടുത്ത് കുടിച്ചോളാൻ പറയുന്നുണ്ട്, കുറച്ചെടുത്ത് കുടിച്ചോളാൻ. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ സോപ്പ്, ചിലർക്കൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ സോപ്പിൻ്റെ മണം, അങ്ങനെ കാണുമ്പോൾ തിന്നാൻ തോന്നുന്നൊരു ഫീൽ. എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്, പക്ഷേ തിന്നത്തില്ല, വേറെ കാര്യം, തിന്നാൻ തോന്നും എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മണവും ഈ സോപ്പിൻ്റെ മണം, അങ്ങനെ ലിക്വിഡിൻ്റെ മണം, അങ്ങനത്തെ കുറേയൊക്കെ, അങ്ങനത്തെ ചില സൈക്കോപരമായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഈ ലിക്വിഡ് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കും കേട്ടോ അമ്മ. ഇനി രണ്ട് ചെറിയ പതയൊക്കെ വന്നാൽ ഇനിയും പത ഫുള്ള് പോയി കഴിഞ്ഞാൽ നമ്മൾ കുപ്പിയിലോട്ടൊക്കെ നമ്മളത് മാറ്റാൻ പാടുള്ളൂ. അല്ലാതെ മാറ്റാം, നമ്മളല്ലാതെ പതയ്ക്കാതിരിക്കുക. പിന്നെ ഒരു വലിയൊരു മഴ കഴിഞ്ഞു കണ്ടോ, ആ ലിക്വിഡൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലിക്വിഡ് അപ്പം പുള്ളിക്കാരൻ വീട്ടിൽ കൊണ്ട് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ രാവിലെ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമുക്ക് കുറച്ചെടുത്ത് വെച്ചിട്ട് അവർക്കും കൊടുത്തു. അപ്പോൾ ഇതെൻ്റെ അമ്മ നേരത്തെ എനിക്ക് ഉണ്ടാക്കി വെച്ചിരുന്ന ലിക്വിഡാണ് കേട്ടോ. അതിപ്പോഴും തിന്നില്ല, കാരണം ഇപ്പോൾ ഒരു 3-4 മാസത്തോളമായി എൻ്റെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഒരു ബോട്ട് ഇനി ഇതിപ്പം അടുത്ത ബോട്ടിലെടുത്തതിൻ്റെ ഇത്രയും എടുത്തത്, അതായത് 3-4-5 മാസമായി അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിട്ട് ഇത്. അപ്പോൾ അത് ഇത്രയേ ആയിട്ടുള്ളൂ. നല്ല കേട്ടോ, നല്ല യൂസ്ഫുൾ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചെടുത്ത് വെച്ചിട്ട് ബാക്കി അവരുടെ വീട്ടിൽ കൊടുത്തു വിട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ വീട്ടിൽ ലിക്വിഡ് ഉണ്ടാക്കുന്നത് വീഡിയോ എടുത്തിട്ടു. ചെറിയ നമുക്ക് യൂസ്ഫുൾ ആവുന്നവർക്ക് യൂസ്ഫുൾ ആവും. കാരണം നമ്മളിങ്ങനെ ഒരു പാക്കറ്റ് മേടിച്ച് നമ്മൾ വീട്ടിൽ തന്നെ നമ്മളത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒത്തിരി നാളത് നമുക്ക് നിൽക്കും. വെറുതെ നമ്മൾ പുറത്ത് ഈ കടയിലൊക്കെ പോയിട്ട് നമ്മൾ ചെറിയ ഈ ലിക്വിഡ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതിനെക്കാളും നല്ലത് ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്നെ ഫസ്റ്റ് തൊട്ട് ഇപ്പോൾ വരെ എൻ്റെ കൂടെ ഉള്ള സബ്സ്ക്രൈബേഴ്സാണ് എല്ലാവരും. അതുപോലെ തന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സും ആണെങ്കിലും പുതിയ ആൾക്കാർ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ പറയുക, എന്നെ കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ വീഡിയോ ഇനിയും കമ്പൽസറി ആയിട്ടെന്ന് പറയാൻ പറ്റത്തില്ല, എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ കണ്ടില്ലേ ഈ തെറ്റിലൊക്കെയാണ്, ഇവിടെ ഈ പാറയിലൊക്കെ ഭയങ്കര തെറ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്ക് വശം ആട്ടോ ഇത്, അറിയാമല്ലോ എല്ലാവർക്കും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണുന്നവർക്കൊക്കെ അറിയാം. ഞാൻ ഷോർട്സിലാണെങ്കിലും ഇടാറുണ്ട്. അപ്പം നമ്മുടെ കോഴിക്കുട്ടന്മാരൊക്കെ തന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അവർക്ക് രാവിലെ ഞാൻ പുല്ലൊക്കെ പറിച്ചിട്ട് കൊടുത്തു. അതായത് പശുവല്ല, എന്നാലും ഞാൻ ഈ ചെറിയ ഇതൊക്കെ ഇലകളൊക്കെ പറിച്ചിട്ട് കൊടുക്കും. അത് പുറത്ത് പോകാത്തതുകൊണ്ട്. പട്ടിക്കുട്ടന്മാരാണേലും അവിടെ കിടപ്പുണ്ട്. എല്ലാവരും മഴയൊക്കെ ആയതുകൊണ്ട് അവരൊക്കെ പുറത്തിറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.